ഹലോ കൂട്ടുകാരെ, അപ്പോൾ എനിക്കൊരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നും എങ്ങനെയാണ് ഞാൻ ലിസ്റ്റിലെത്തിയതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ PSC ജേർണി തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി. പക്ഷേ ഞാനത് കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ഞാനതങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയൊരു ഫാൾട്ട്. അപ്പോൾ ഇത്രയും നാൾ പഠിച്ച ഒരാൾ എന്തുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയില്ല, ലിസ്റ്റിലൊക്കെ വന്നു പക്ഷേ ജോലി കിട്ടിയില്ല എന്ന് എന്തുകൊണ്ടാണ് തോന്നിയതെന്ന് വെച്ചാൽ, ഒരുപാട് അബദ്ധങ്ങൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു. പിന്നെ ഞാൻ ഒത്തിരി റാങ്ക് ഫയലുകളെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് കിട്ടാവുന്നത്രയും റാങ്ക് ഫയലുകൾ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ റാങ്ക് ഫയൽ നന്നായിട്ട് ഇപ്പോൾ ഞാൻ പഠിച്ച രീതി എന്ന് വെച്ചാൽ, ഒരു പോർഷൻ എടുത്തിട്ട് അത് ആ റാങ്ക് ഫയലിൽ പഠിച്ചിട്ട് അടുത്ത റാങ്ക് ഫയലിലും ആ പോർഷൻ തന്നെ പഠിച്ചിട്ട്, ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഒരു റാങ്ക് ഫയലിലുള്ളത് വേറൊരു റാങ്ക് ഫയലിലും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് അത് രണ്ടിൻ്റെയും തമ്മിൽ എന്തൊക്കെയാണ് എത്രയും എല്ലാ റാങ്ക് ഫയലിൽ നിന്നും നമുക്ക് എത്രയും കിട്ടാമോ അത്രയും നമ്മൾ നോക്കി പഠിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ SCERTയുടെ ടെക്സ്റ്റ് പഠിക്കുക. പിന്നെ അത് നന്നായിട്ട് അത് റിവിഷൻ ചെയ്യുക. ഇതെൻ്റെ മോൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിലല്ലേ എക്സാമൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മലയാളത്തിലാക്കി എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോൾ തൊഴിൽ വാർത്ത പഠിക്കുക. ഓരോ ആഴ്ചത്തെയും തൊഴിൽ വാർത്ത കറക്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കുക, അത് പഠിക്കുക. പിന്നെ ഞാൻ ലിസ്റ്റിൽ വന്ന് എനിക്ക് ജോലി കിട്ടിയില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ വെച്ച് ജില്ലയുടെ ഓപ്ഷൻ തെറ്റിപ്പോയി. കാര്യം എൻ്റെ ജില്ലയിലായിരുന്നെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു 100-നുള്ളിൽ വന്ന് എനിക്കിപ്പോൾ ജോലി കിട്ടുമായിരുന്നു. ഞാൻ LPSTയുടെ ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, 2022 LPSTയുടെ ലിസ്റ്റിൽ. അപ്പോൾ എൻ്റെ റാങ്ക്, ഞാൻ ആലപ്പുഴ ജില്ലയാണ്, പക്ഷേ ഞാൻ വെച്ചത് പാലക്കാടായിരുന്നു. അപ്പോൾ പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് കൂടിയതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലോട്ടായിപ്പോയി. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ എൻ്റെ മാർക്കിനേക്കാളും 12 മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എന്നേക്കാളും മാർക്ക് കുറവുള്ള എല്ലാവരും ജോലിക്ക് കയറി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അന്നവിടെ നിന്ന്. പിന്നെ ഞാനോർത്ത് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം എന്നോർത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. 2022 എഴുതിയ എക്സാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴായിരുന്നു പിന്നെ ഞാൻ ഓർത്തത് അതിൽ കിട്ടും എന്നാണെന്ന് ഞാൻ വിചാരിച്ചത്. പാലക്കാട് ലാസ്റ്റ് ആണെങ്കിലും കിട്ടും. ഞാൻ മെയിൻ ലിസ്റ്റിൽ തന്നെയാണ്. ഞാൻ എൻ്റെ കുറച്ച് ബാക്കിലായിപ്പോയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഡിവിഷൻ ഫാൾ വന്നു. അങ്ങനെ എടുത്തില്ല. കുറേ ആൾക്കാരെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരൊന്നും എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്നൊക്കെ ഒന്നുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ട് നമുക്കൊന്നുകൂടെ പഠിക്കാം, ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഈ ബുക്കുകളെല്ലാം ഞാൻ പിന്നെ വീടിൻ്റെ ഒരിടത്ത് എല്ലാം കൊണ്ട് വെച്ചതാണ്. ഞാൻ പിന്നെ ഒന്നുകൂടെ എല്ലാം പൊടി തട്ടിയെടുത്ത് ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം എന്ന്. നമ്മളെല്ലാ വീഴ്ചയിലും നമ്മൾ വീണിട്ടുണ്ടെങ്കിലും നമ്മളത് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യേണ്ട, എന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ പഠിച്ച് നോക്കാം എന്ന ഒരു ഇതിൽ നിന്നാണ് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ച രീതിയല്ലായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സമയം കഴിഞ്ഞ് ഞാനത് തിരിച്ച് വന്നപ്പോൾ നമ്മൾ പഠിച്ച രീതികളൊക്കെ മാറിയായിരുന്നു. അപ്പോൾ പിന്നെ പുതിയ കൂടുതൽ SCERTയുടെ ടെക്സ്റ്റുകളിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പ്രസ്താവന ചോദ്യങ്ങൾ വന്നു. അതൊക്കെ ഒരുപാട് പിന്നെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് PSCയിലോട്ട് വീണ്ടും തിരിച്ച് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. എന്തുകൊണ്ട് നമുക്കൊന്നുകൂടെ ശ്രമിച്ചാൽ കിട്ടത്തില്ല എന്ന് ആ ഒരു മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഞാനതിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച രീതിയാണ്. നമ്മൾ ആദ്യം നമുക്ക് എന്തായാലും ഒരു റാങ്ക് ഫയൽ ആയിരിക്കത്തില്ലല്ലോ ഉണ്ടായിരിക്കുന്നത്, ഒരു 3-4 റാങ്ക് ഫയൽ വാങ്ങിക്കുക. എന്നിട്ട് അത് ഓരോ ടോപ്പിക്ക്, അതിലിപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ നമ്മളൊരു ഇന്ന ദിവസം എത്ര ടോപ്പിക്കാണുള്ളത് ആ ടോപ്പിക്ക് തന്നെ അടുത്ത റാങ്ക് ഫയലിൽ അതേ ടോപ്പിക്ക് തന്നെ പഠിക്കുക. ഇപ്പോൾ ഒരു ദിവസം ഒരു 4 ടോപ്പിക്കാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ അടുത്ത ദിവസവും നമ്മൾ അടുത്ത റാങ്ക് ഫയൽ എടുത്തിട്ട് ആ 4 ടോപ്പിക്ക് നോക്കുക. അപ്പോൾ ഇതിലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അതിലില്ലാത്ത പോയിൻ്റ് ചിലപ്പോൾ ഇതിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങൾ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 റാങ്ക് ഫയൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ്
അതിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് കൂടുതൽ ആഡ് ചെയ്യേണ്ട പോയിൻറ്റുകൾ എന്നൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് കറക്റ്റായിട്ട് എഴുതി നോക്കുക. നോട്ട്സ് ഏതൊക്കെ നോട്ട്സാണോ നമുക്ക് വേണ്ടത്. ഞാൻ ആദ്യം ബുക്കിലൊക്കെ ആയിരുന്നു നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരുപാട് ബുക്കുകളാകുമ്പോൾ ഞാനത് നോക്കാതിരുന്നു. കാര്യം ഏതിലാണ് എന്തിലാണ് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയൊക്കെയാണ് ഞാനും ഓരോന്ന് ബുക്കിൽ എഴുതിയത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ആ ബുക്കുകളൊന്നും, പിന്നെ ഞാൻ ഒരുപാട് ബുക്കുകളായി നമ്മൾ എഴുതി നോട്ട്സ് എഴുതി വന്നപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ ബുക്ക് മാറ്റിയിട്ട് ഞാൻ നമ്മുടെ A4 ഷീറ്റ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ നോട്ട് എഴുതാൻ തുടങ്ങി. അതിൽ നോട്ട് എഴുതുമ്പോൾ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലോ കെമിസ്ട്രി ആണെങ്കിലോ അത് വേറെ പിൻ ചെയ്ത് ഞാൻ വെച്ചിട്ട് അപ്പോൾ ഒരൊറ്റ ഫയലിലാക്കി. അപ്പം നമുക്ക് എല്ലാം ഒറ്റ ഇതിലായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നോട്ട് ബുക്കിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമിന് പോകുമ്പോഴും നമ്മൾ എല്ലാ നോട്ട് ബുക്കും കൂടെ നമ്മൾ നോക്കണമെന്നില്ല. അപ്പം നമ്മളൊരു ഫയൽ അതേപോലെ ഒരൊറ്റ ഫയലിലാണെങ്കിൽ നമ്മൾ ആ ഫയൽ എല്ലാം നമ്മളൊന്ന് ഓടിച്ച്, ഇപ്പോൾ 2 ഫയലാണെങ്കിൽ ആ 2 ഫയലും കൊണ്ടുപോയാൽ അതിലെല്ലാ സബ്ജക്റ്റും അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് തളർന്നു നിന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ട്. ഇനി വേണ്ട, ഇനി എൻ്റെ കൂടെ എന്നെക്കാളും മാർക്ക് കുറവുള്ളവരുമൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും എല്ലാവരും ജോലിക്ക് കയറി. LPST ആയിട്ട്, ഞാൻ TTC കഴിഞ്ഞതാണ്, ഇപ്പോൾ LPST ആയിട്ട് ജോലിക്ക് കയറി. പക്ഷെ നമ്മൾ മാത്രം ഇങ്ങനെ എന്ത് പറ്റി. പിന്നെ ഞങ്ങളുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊറോണ സമയത്തായിരുന്നു ഞങ്ങളുടെ എക്സാം. അപ്പോൾ ആ എക്സാമിൻ്റെ അവിടെ നമുക്ക് കോച്ചിങ് സെൻറ്ററിലൊന്നും പോകാൻ സമയമില്ലായിരുന്നല്ലോ. കോച്ചിങ് സെൻറ്ററിലൊന്നും നമുക്ക് അന്ന് കോച്ചിങ് സെൻറ്ററും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു ആ ഒരു ലിസ്റ്റിലേക്ക്. ആ ഒരു ലിസ്റ്റാണ്. അതിന് മുന്നെയൊക്കെ ഞാൻ പോയെന്ന് വെച്ചാൽ പിന്നെ അതിന് മുന്നെയൊക്കെ ഞാൻ കുറച്ച് നാളൊക്കെ ക്ലാസ്സിൽ പോയി. പക്ഷേ കോവിഡ് സമയത്ത് ഒട്ടും നമുക്ക് കോച്ചിങ് സെൻറ്ററൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് ആ ഒരു ലിസ്റ്റിൽ കയറാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അത് വേണം എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി പഠിച്ചുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു മാർക്ക് കിട്ടിയത്. കിട്ടിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു ഡിവിഷൻ ഫാൾ വന്നതുകൊണ്ട്, നമുക്ക് LPST ഒക്കെ എഴുതുന്നവർക്കറിയാം, ഡിവിഷൻ ഫാൾ വന്നതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് ജോലി കിട്ടിയില്ല. എല്ലാം വേണ്ടെന്ന് വിചാരിച്ചിരുന്നൊരു സമയത്ത് നിന്നാണ് പിന്നെയും ഞാനെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കാം. ഇത്രയും വർഷമൊക്കെ പഠിച്ചതല്ലേ. 2022 ഉള്ള ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് 24-ലായിരുന്നു ലിസ്റ്റ് വന്നത്. ലിസ്റ്റ് വന്നതല്ല, 2022-ലായിരുന്നു ഞങ്ങളുടെ എക്സാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മുടെ പോവുകയും ചെയ്തു. അന്നൊക്കെ നമ്മുടെ എക്സാമൊക്കെ നടത്താൻ ഒത്തിരി താമസിച്ചു കൊറോണ സമയത്തൊക്കെ. പിന്നെ അന്ന് നമ്മൾ വീട്ടിലിരുന്ന് നന്നായിട്ട് ഞാൻ പഠിച്ചു. അന്ന് പെയ്ഡ് ക്ലാസ്സിലൊന്നും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് പെയ്ഡ് ക്ലാസ് ആ സമയത്തൊക്കെ ഒന്നും ആയി വരുന്നതേ ഉള്ളൂ, എല്ലാ പെയ്ഡ് ക്ലാസ്സൊക്കെ. അപ്പം അന്ന് ഞാൻ തന്നെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട്, പിന്നെ ചില യൂട്യൂബ് ചാനലിൽ PYQ നമുക്ക് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് PYQ ഞാൻ ഒത്തിരി നോക്കി ഞാൻ PYQ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഏത് എക്സാമാണോ പഠിക്കേണ്ടത് ആ എക്സാമിൻ്റെ ആദ്യമായിട്ട് നമ്മളതിൻ്റെ സിലബസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ച് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചത് അത് നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് ഇനി ഏതൊക്കെ കവർ ചെയ്യണം, ഏതൊക്കെ സോഴ്സസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോഴേ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഇന്ന് പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തം കൂടെ നമ്മൾ ഏകദേശം വാരിവലിച്ച് പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ വാരിവലിച്ച് പഠിക്കുകയേ ചെയ്യരുത്. ഞാൻ കുറേ ആദ്യമൊക്കെ എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ കുറേ റാങ്ക് ഫെയിൽ എടുക്കുക, അതിൽ നിന്ന് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഞാൻ വാരിവലിച്ച് പഠിച്ചു. പക്ഷേ അതൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു PYQ ഒത്തിരി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് ചില ടോപ്പിക്സിൽ നിന്ന് അവർ ചോദിച്ചിട്ട് പോലും ഇല്ലാത്ത ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ റാങ്ക് ഫെയിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണോ റാങ്ക് ഫെയിലിൽ നമുക്ക് ഉള്ളത് അത് മാത്രം നമ്മൾ പിന്നെ വേണ്ടത് മാത്രം നമ്മൾ എടുത്താൽ മതി. അല്ല റാങ്ക് ഫെയിൽ എല്ലാ ഇതും കൂടെ നമ്മൾ ഓടിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്താലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് കുറേ സമയം പോയതുമൊക്കെ അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു അബദ്ധങ്ങളും പറ്റരുത്. നമ്മൾ കറക്റ്റ് വെറുതെ റാങ്ക് ഫെയിൽ എല്ലാം കൂടെ അരച്ച് പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എന്താണോ വേണ്ടത് അത് മാത്രം
നമ്മൾ പഠിക്കുക. പിന്നെ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഒന്ന് നമുക്ക് വേണം കയ്യിൽ. കാര്യം നമുക്കിപ്പോൾ കറണ്ട് അഫെയേഴ്സ്, അതേപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് ഇപ്പോൾ 1ഉം 2ഉം അതിപ്പോൾ ഞാൻ ഒരുപാട് PSCയുടെ ടെലഗ്രാം ചാനലുകളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കറണ്ട് അഫെയേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ടെലഗ്രാം ചാനലുകളും യൂട്യൂബ് ചാനലും അതെല്ലാം നമ്മളിപ്പോഴും ഞാൻ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, ഓഫ്ലൈനായിട്ട് ഒന്നും പോകുന്നില്ല, ഓൺലൈനായിട്ട് തന്നെ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ എല്ലാം കിട്ടുമല്ലോ. ഇപ്പോൾ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇപ്പോഴുള്ളതും പണ്ടുള്ളതും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ നമുക്കതിൽ നിന്ന് സാധിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ OMR നമ്മൾ ചെയ്ത് നോക്കണം. നോക്കിയെങ്കിലും മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ പോരായ്മ, എവിടെയാണ് നമ്മൾ വീക്കായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ എന്നിട്ട് അത് എഴുതി വയ്ക്കണം. പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപയോഗിക്കുക ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പം ഞാൻ എൻ്റെ ലിസ്റ്റിൻ്റെ ഇത് ഞാനതിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.